LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും. ഓ മനുഷ്യനും ധൈര്യമായിട്ട് പറഞ്ഞോ? ഓക്കെ. ചേട്ടനും നാട്ടിൽ പോയാ? അത് കൊള്ളാല്ല. എന്തെറ്റി? പോവാല്ലോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ പോണോ? അത്ര വിളിച്ചില്ല. തിരക്കൊക്കെ കൂടിയില്ലേ? ഇല്ല കണ്ണു വെച്ചല്ല. ഞാൻ വരാം. ഒരു 10 മിനിറ്റ് ഇവിടുന്ന് അവിടെ വരെ എത്തുള്ള സമയം. ഓക്കെ, ശരി ഏട്ടാ. എന്തോന്നാടാ? നമ്മുടെ മണിച്ചേട്ടൻ വിളിച്ചേ. മനുഷ്യണ്ണ ഇവിടെ പാലച്ചോട് റെസ്റ്റോറന്റ് നടത്തുന്ന. ഓ, ആ മനുഷ്യട്ടൻ. ചേട്ടൻ നാട്ടിൽ പോണം. വിളിച്ച ആ കാര്യത്തിനല്ല, ചേട്ടനും നാട്ടിൽ പോണ്. ചേട്ടന്റെ അവിടെ കടയെ പണി ചെയ്തുകൊണ്ടിരുന്ന 5-6 പണിക്കാര് നാട്ടിൽ പോയി. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ അവിടെ ഇപ്പൊ പണിക്കാരാണോ 4-5 അങ്ങോട്ടേ ഉള്ളൂ. മൊത്തത്തിൽ നോക്കിയെടുത്താൻ ആളില്ല. ഇപ്പൊ എന്നെ അങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് എല്ലാം പറഞ്ഞു. നീ അങ്ങോട്ട് ചെന്നിട്ട് മേൽനോട്ടം. അത് അമ്മായിക്ക് അറിയാത്തനാണ്. ഞാനേ ഈ ഇടയ്ക്കിടയ്ക്ക് ആ കടയുടെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോ ഞാൻ അവിടെ കേറിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യും. അപ്പൊ അങ്ങനെ മണിച്ചേട്ടന് ഞാനോട് ഭയങ്കര കമ്പനിയാണ്. അപ്പൊ മണിച്ചേട്ടൻ ഇപ്പൊ നാട്ടിൽ പോകുമ്പോ മണിച്ചേട്ടൻ പറഞ്ഞേ, മക്കളെടാ ഒരു 5-6 ദിവസം നീ വേണം കടയും കാര്യങ്ങളൊക്കെ നോക്കാനെന്ന്. എടാ, നീ പറഞ്ഞെങ്കിലേ ഈ മേൽനോട്ടം എന്ന് പറയണ എനിക്ക് അത്ര ക്ലിയർ ആയില്ല. ഈ മേൽനോട്ടം എന്ന് പറയുമ്പോ അവിടെ ഉള്ള എല്ലാ പണിയും. ഇപ്പൊ മണിച്ചേട്ടൻ അവിടെ ഇല്ലല്ലോ. ഇപ്പൊ മണിച്ചേട്ടന്റെ സ്ഥാനം അവിടെ ഒഴിഞ്ഞു കിടക്കുമല്ലോ. ഇപ്പൊ എല്ലാം നോക്കിയും കണ്ട് നടത്താൻ ഒരാൾ വേണമല്ലോ. പിന്നെ പണിക്കാരിവിടെ ഇല്ലല്ലോ, അവരുടെ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുമല്ലോ. അപ്പൊ അതും ചെയ്യണ്ടേ? എല്ലാത്തിനും കൂടെ ഒരാൾ, അത് ഞാൻ. അതായത് കൈൻഡ് ഓഫ് മാനേജർ. அப்படின்னா நீ மத்தியானம் சாப்பிட வர மாட்டியா? എന്തിന് ഇങ്ങോട്ട് വരുന്നേ? കേശാണ് അവിടെ മസാല ദോശ എടുത്തങ്ങ് തട്ടിയാ പോരെ? പിന്നെ ഞാൻ ചെന്ന് കയറി ഉടനെ 5-6 മസാല ദോശ എടുത്തങ്ങ് തട്ടിയാ മതിയല്ലോ. നീ പോയാ പറയോട് പോട്ടാ. പോയിട്ട് വന്നേ. ചേട്ടാ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഗൗരിയമ്മയെ വിളിച്ചാ മതി. ഞാനും കൂടെ വരാം. അങ്ങനെ മക്കളെ, വേറെ ആര് വന്നാലും എനിക്ക് ഒരു പ്രശ്നമില്ല. ദേവി അങ്ങോട്ട് വരല്ലേ, വയ്യാത്തോണ്ടാ. പോട്ടാ. കേശാന്റെ കൂടെ പോയായിരുന്നെങ്കിൽ നല്ല ചായ വേണം കഴിക്കാൻ. ചെന്ന് കേറിക്കോട്ടെ, അവന്റെ വായിരിക്കണം കിട്ടും. കനകം, ഇന്നും മീൻ കറി വെച്ചില്ലെങ്കിലും പൊരിക്കെങ്കിലും ചെയ്യണേ. ഇന്നലെ ഓംലെറ്റ് ഒക്കെ വെച്ച് പിടിച്ചു തന്നു. ഇന്നും കൂടെ മീൻകറി കൊടുത്തില്ലെങ്കിലേ കേശു നമ്മളെ വല്ലതൊക്കെ പറയുവേ. കേശു ഒക്കെ പോയി. കേശുവിന്റെ ഒരു ഭാഗ്യേ ഇതാ ഭക്ഷണം കഴിക്കണ്ടല്ലോ. എന്താ ഇവിടുത്തെ ഭക്ഷണം കഴിച്ചാല്? ഇവിടുത്തെ ഭക്ഷണത്തിന് കുറച്ച് കുഴപ്പമുണ്ടെന്ന് തന്നെ അങ്ങ് പറഞ്ഞു. അപ്പൊ ഇവിടെ നിന്ന് കഴിക്കൂലല്ലോ ഇനി പോയാല്. അമ്മായിയേ, എന്താ அம்மா கேசு போனா அம்மா? അതിന് കേശു അവിടെ പോയി. அம்மா பாலச்சோடு ஒரு ரெஸ்டாரண்ட் இருக்குல்ல, அங்க போயிருக்கான். എന്താ അവൻ ഇവിടുന്ന് കഴിക്കാതെ അവിടെ പോയത്? അമ്മ ഭക്ഷണം കഴിക്കാനൊന്നും പോയതല്ല. അമ്മ ഈ പാലച്ചോട് മനുഷ്യന്റെ ഒരു റെസ്റ്റോറന്റ് ഇല്ലേ, അവിടെ ജോലിക്കാരും ഇല്ല, മനുഷ്യന്റെ എങ്ങോട്ടോ പോണെന്ന് പറഞ്ഞു. സോ അവന്റെ അടുത്ത് പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ പറഞ്ഞു. അങ്ങനെ അവൻ പോയത്. അവനൊന്നും പറഞ്ഞു പോലും ഇല്ലല്ലോ. അമ്മ അത് അത്യാവശ്യം എന്ന് പറഞ്ഞു, അതുകൊണ്ട് അവൻ പെട്ടെന്ന് പോയി. എന്തായാലും ഭക്ഷണത്തിന്റെ കാര്യം നോക്കാം. കനകം ബാ. എന്നാ ഞാനും വരും. പടം വരയ്ക്കുന്ന ഇപ്പൊ അതും പ്രശ്നമായ. ഞാൻ പടം വരച്ചോണ്ടിരിക്കുമ്പോ വന്ന് ചോദിക്കും, പടം വരച്ചോണ്ടിരിക്കുന്നോ, പഠിക്കാവൊന്നുമില്ലേ? ഞാൻ ഒന്നും ചോദിച്ചില്ലല്ലോ, പടം വരയ്ക്കണമെന്നല്ലേ ചോദിച്ചോളൂ. അടുത്ത പറയാൻ പോകുന്ന പറഞ്ഞെന്നേ ഉള്ളു. നാളെ ഞാൻ വലിയ കലാകാരി ആവൂലെന്ന് ആര് കണ്ട്? വരച്ചു. ഞാൻ ഒന്നും ചോദിക്കണില്ല. എന്താ വരയ്ക്കുന്നേ? അതെ, വരച്ചു കഴിയും പറഞ്ഞാൽ ഞാൻ സഹായിക്കണോ? വേണ്ട. ബ്ലാക്ക് കളർ അടി. വേണ്ട, ഞാൻ അടിച്ചോളാം. അമ്മായിക്ക് വേറെ പണിയൊന്നുമില്ലേ? അതൊക്കെ ഞാൻ ചെയ്തോളാം. ഞാൻ ഒരു കാര്യം പറയട്ടാ, പണ്ട് ഞാനും വലിയൊരു ചിത്രകാരിയായിരുന്നു. ആണോ? എന്തൊക്കെ വരയ്ക്കുമായിരുന്നു? എന്തൊക്കെ വരയ്ക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാ, 2 മല, നടുക്കൊരു സൂര്യൻ, പിന്നെ ചാരി നിൽക്കുന്നൊരു തെങ്ങ്, അതിൻ്റെ അടുത്തൊരു വീട്, നടുക്കൂടെ ഒരു പുഴ. ഒക്കെ ഞാൻ വരയ്ക്കണ കാര്യങ്ങളല്ലേ.
അതൊക്കെ ഞാനും വരച്ചിട്ടുണ്ട് അമ്മായി. അതെല്ലാവരും ബേസിക് ആയിട്ട് വരയ്ക്കണ കാര്യങ്ങളാണ്. ഇത് നീ എന്തോന്ന് വരയ്ക്കണ? പെൺകുട്ടിയെ ഈ കണ്ണെന്ത് ഇങ്ങനെ ഇരിക്കുന്നത്? തെറ്റിപ്പോയി. ആണ്, മാറ്റി വരാ. അല്ല ഞാൻ പറഞ്ഞു തരണ്ടേ, ഏതാണ് ചിത്രകാരി. ചിത്രകാരികൾ വന്നാലേ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. വരാ പാറക്കുട്ടി, ആന്റി, എന്താ പരിപാടി? ഞാൻ വരയ്ക്കായിരുന്നു. ഇതാരാ? മനസ്സിലായില്ലേ? മെർലിൻ ചേച്ചി മമ്മി. ഓ, മെർലിന്റെ മമ്മിയായിരുന്നോ? ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ഇവരെ കണ്ടിട്ടില്ല. ഗൗരിയല്ലേ? ആ, എനിക്കറിയാം. എന്നെങ്ങനെ അറിയാം? ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെ? ഫോട്ടോയില്. അത് പറ, ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആന്റി ഒന്ന് പെട്ടെന്ന് ഇവിടെ വന്നേ. ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നതാ, ആ വഴിക്ക് ഇങ്ങോട്ട് കേറിയതാ. എന്താ ഞാൻ വന്ന് നിനക്ക് ഇഷ്ടായില്ലേ? പിന്നെ ആന്റി വരുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടാ. ആന്റി അങ്ങനെ പൊളിയല്ലേ. ഞാൻ ഇപ്പൊ വരാവേ. ചേച്ചി വന്നാലും നിക്കാതിരിക്കേ. ഗൗരി കുറച്ചു നാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ? ആ, ഞാനേ മംഗലപുരം വരെ പോയേക്കുമായിരുന്നു. ചേച്ചി വന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. ഓ, അന്ന കാര്യമൊന്നും പറയണ്ട മോളെ, അതൊക്കെ ഒരു വരവായിരുന്നു. ചേച്ചി വീട്ടിൽ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? പ്രശ്നം ഇല്ലാതൊന്നുമില്ല, പിന്നെ ഞാനും വിട്ടു കൊടുക്കാത്തോണ്ട് അങ്ങനെ അങ്ങ് പോവുക. അതെന്തായാലും നന്നായി. അയ്യോ, ഇതെന്താ പ്രതീക്ഷിക്കാതെ? ഞാൻ വിചാരിച്ചു നീ ഈ വഴിക്ക് ഒന്നും വരത്തില്ലായിരിക്കും. അങ്ങനെ വരാതിരിക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞ എനിക്ക് ഇവിടെ ഉള്ളവരൊക്കെ അങ്ങ് ഭയങ്കര ഇഷ്ടമായി. പ്രത്യേകിച്ച് തന്നെ. അതെ. மேரி சேச்சி, நம்ம சார் என்ன சொல்றாரு? സാറാ? ഏത് സാറ്? வின்சென்ட் തോമസ് സാർ தான். അങ്ങേരെ അവിടെ വെടികൊണ്ട പന്നിയെ പോലെ ഓടി നടപ്പുണ്ട്. നമ്മുടെ മെർലിന്റെ കല്യാണക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി. ആണോ? പിള്ളേരുടെ വിഷമമാ കാണാൻ വയ്യാത്തത്. ഒന്നും അല്ലെങ്കിൽ അദ്ദേഹം ഒരു വലിയ ബിസിനസ്സുകാരനല്ലേ, ഒരുപാട് ആൾക്കാരുമായിട്ടൊക്കെ ഇടപഴകുന്നതല്ലേ. എന്നിട്ട് ഈ പിള്ളേരുടെ ചിന്താഗതി എന്താ മനസ്സിലാക്കാത്തത്? കഷ്ടം തന്നെ. അങ്ങേര് ഒരു പ്രത്യേക സ്വഭാവക്കാരനാ. പക്ഷെ ബന്ധുക്കളുടെ ഇടയിലൊക്കെ നല്ല സഹകരണോ, എല്ലാവരും എല്ലാ കാര്യത്തിലും ഇടപെടും. പക്ഷെ അകാരണമായിട്ട് ഒരാളെ വെറുത്ത പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. അല്ല, കേശു എവിടെ? കേശുവേട്ടൻ റെസ്റ്റോറന്റിൽ സഹായിക്കാൻ പോയേക്കുവാ. റെസ്റ്റോറന്റിലോ? അത് ചേച്ചി, ഇവിടെ പാലച്ചോട് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, മനുച്ചേട്ടൻ. ഞങ്ങൾക്കൊക്കെ അറിയാന്നുള്ള ചേട്ടനാ. മനുച്ചേട്ടൻ വിളിച്ചു പറഞ്ഞ് അവിടെ പണിക്കാരൊന്നും ഇല്ല, പിന്നെ ചേട്ടനും നാട്ടിൽ പോണം. അപ്പൊ സഹായിക്കാൻ വേണ്ടി അവ അങ്ങോട്ട് പോയേക്കുവാ. ആന്റി, അവിടെ നല്ല നെയ് റോസ്റ്റ് കിട്ടും. കേശുവേട്ടൻ എന്നെ വിളിച്ചാ, ഞാൻ പോവാഞ്ഞിട്ടാ. സത്യം ആന്റി, കേശുവേട്ടൻ എന്നെ വിളിച്ചാ ആന്റി, ഞാൻ പോവാഞ്ഞിട്ടാ. പോയായിരുന്നെങ്കിൽ നല്ല നെയ് റോസ്റ്റ് കിട്ടിയാനെ. നെയ്റോസ്റ്റ് മോൾക്ക് ഭയങ്കര ഇഷ്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടാ. இங்க கேசுக்கும் பாருக்கும் நெய் ரோஸ்னா உசிறு. ആണോ? ഈ പറയണാക്കുണ്ടല്ലോ, നെയ് റോസ്റ്റ് കൊണ്ട് ഫ്രണ്ട് വെച്ചു കൊടുത്താൽ തട്ടി വീടും. எனக்கும் ரொம்ப பிடிக்கும். റെസ്റ്റോറന്റ് ഇവിടെ അടുത്താണോ? ആന്റി, തൊട്ടടുത്താ, നടന്നു പോകാനുള്ള ദൂരേ ഉള്ളു. ചേച്ചി ഇടവഴി കൂടെ പോയാലും ഒരു 1 കിലോമീറ്റർ നടക്കേണ്ടി വരും. അമ്മായി, ഈ 1 കിലോമീറ്റർ നടന്ന നിസ്സാരല്ലേ? പിന്നെ പണക്കാർക്ക് 1 കിലോമീറ്റർ നടക്കാൻ പറ്റുമോന്നാ. പണക്കാരോ? അതാരാ? അതവള് മേരിയെ കളിയാക്കിയതാ. ആണോ? നീ എന്നെയാണോ പണക്കാരി എന്ന് പറഞ്ഞത്? ഞാൻ പണക്കാരി തന്നെയാ, പക്ഷെ ഈ പണക്കാരിക്ക് നടക്കാൻ പ്രശ്നമൊന്നുമില്ല. ഇയാള് കൊള്ളാലോ, കള്ളിപ്പെണ്ണെ. കാണുന്ന പോലെയൊന്നും അല്ല, ആള് വില്ലത്തിയാ. ഞാള് സൂപ്പറാ. ആന്റി, എന്നാ പിന്നെ പോയാലാ? ആ, എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാം. പോണോ? ഗീ റോസ്റ്റും കഴിക്കാൻ കേശുവിനെ ഒന്ന് കാണുകയും ചെയ്യാം. വാ. വാ മോളെ. അടുത്ത നമുക്ക് മുരിങ്ങല്ല ചീരയുടെ. ചീരയാണോ അമ്മ? കറി വെക്കണ സാധനമാണോ? അല്ലല്ലേ, ഇതാണ്. ആ, കൊന്നമരം. ആ, കൊന്നയല്ല. അല്ല. ആ, ഇതാണ് നിങ്ങൾ പറഞ്ഞ റെസ്റ്റോറന്റ്? അതെ അതെ. കൊള്ളാലോ. നമ്മള് കയറി ചെല്ലുമ്പോഴേ കേശുവേട്ടൻ ഞെട്ടും. ഇന്നാള് മെർലിൻ ചേച്ചിയെ കൊണ്ട് കേശുവേട്ടനോട് വന്നായിരുന്നേ. അപ്പൊ കേശുവേട്ടനോട് പറയാതെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന്. അപ്പൊ കേശുവേട്ടൻ അന്തം വിട്ടുപോയി. പാവം കേസു നാണം കെട്ട് പോയിട്ടാ. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചായിരുന്നോ? പിന്നെ ഇനി എന്തുമാത്രം കഥകളുണ്ടെന്ന് അറിയോ? മിണ്ടാതെ നടന്നുവാ. നമ്മള് കയറി ചെല്ലുമ്പോ കേശുവേട്ടൻ ഞെട്ടും. കേശു അകത്തുണ്ടാവോ? ആ, അവ അവിടെ തന്നെ കാണും. മിക്കവാറും അവൻ ക്യാഷിലായിരിക്കും. ചേട്ടോ എന്താണോ? മസാല ദോശ ഉണ്ട്, ഗീ റോസ്റ്റ് ഉണ്ട്, പിന്നെ അപ്പം ഉണ്ട്. ഓക്കെ ഓക്കെ, 2 ചായ. എടാ, 2 സ്പെഷ്യൽ മസാല ദോശ, 2 ചായ. വിത്തോട്ട് ഒന്നും വേണ്ടല്ലോ അല്ലേ? 2 വേണ്ട.
കേശവാണ് ക്യാഷിലല്ല കേട്ടോ ഇരിക്കുന്നത്. എന്താ നോക്കിക്കൊണ്ടിരിക്കുന്ന? വാ. ഓക്കെ ചേട്ടാ, ആ മസാല ദോശ റോസ് അതെടുത്തു ചേട്ടാ. ചേച്ചി ചായ. ഓക്കെ ചേട്ടാ. ആ നിങ്ങളെന്താ ഇവിടെ? ആന്റി ഹലോ. അല്ല ഒറ്റ മിനിറ്റ് ചേട്ടാ. ചേച്ചി വേണ്ട. ഓക്കെ ഓക്കെ അല്ലേ? വേറെ ഒന്നും വേണ്ടല്ലോ, വടയൊന്നും വേണ്ടല്ലോ. നിങ്ങളെന്താ ഇവിടെ? പറഞ്ഞില്ല സംഭവം എന്താ? ഹോട്ടലിൽ എന്തിനാ വരുന്നേ? ഓ ഈ അമ്മായിയുടെ ഒരു തമാശ. ആന്റി ആന്റിയെ പോന്നേ? ഞാൻ കുറച്ചു നേരമായി വന്നിട്ട്. ഇവിടെ അടുത്തൊരു ഫ്രണ്ടിന്റെ വീട് വരെ വന്നതാ. ആ കേശുവിന്റെ വീട്ടിലൊന്ന് കയറി. അവിടെ ചെന്ന് പറഞ്ഞു കേശു ഇവിടെയാന്ന്. പാറുവിന് ഗീ റോസ്റ്റ് കഴിക്കണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങ് പോന്നു. ആഹാ, മകൾക്ക് ഗീ റോസ്റ്റ് കഴിക്കണമെന്ന് പറഞ്ഞാ? എന്നാ പിന്നെ ചേട്ടനൊരു വാക്ക് പറഞ്ഞാ പോരാ? ചേട്ടൻ പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവരില്ലേ? ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും എന്തൊക്കെ വേണം? ഗീ റോസ്റ്റ് അല്ലേ? എനിക്കും ഗീ റോസ്റ്റ്. எனக்கும் கீ ரோஸ்ட். എനിക്കും ഗീ റോസ്റ്റ്. എനിക്കും അത് മതി. അപ്പൊ 5 ഗീ റോസ്റ്റ്, 5 സ്പെഷ്യൽ ഗീ റോസ്റ്റ്. പിന്നെ പറയണം എന്താണ്? വേറെന്തൊക്കെ വേണം? വേറൊന്നും വേണ്ട? വേറെന്ത് വേണം? കോഫി വേണോ? കോഫി. കോഫി. എനിക്ക് വിത്തൗട്ട് മധുരയിട്ട കോഫി. 4 വിത്തൗട്ട് കോഫി, 1 മധുരമുള്ള കോഫി. 4 വിത്തൗട്ട് കോഫി, 1 മധുരയിട്ട കോഫി. ആ ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞ ചേട്ടാ. പിന്നെ ഇത്ര മതിയല്ലേ? വേറൊന്നും വേണ്ടല്ലോ അല്ലേ? ഓക്കെ അല്ലേ? വെള്ളം വെള്ളം വേണ്ട? ഓക്കെ, അപ്പൊ അടിയിലായി. പിന്നെ ഇവിടെ വേറെ 2 പരിപാടി ഉണ്ട് ചേട്ടാ. പിന്നെ മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞതില്ലേ പായസം എടുക്കാൻ പറഞ്ഞത്, അത് 2 എടുത്തിട്ട് പായസം എടുത്തത് അങ്ങോട്ട് വെച്ചേക്ക്. അവരിപ്പോ വരും കേട്ടാ. ബില്ല് എവിടേക്ക് വെച്ചേ? അല്ലേ പെട്ടെന്ന് വല്ല കിട്ടൂടെ? സ്പെഷ്യൽ സാധനം ആവുമ്പോ കുറച്ച് വെയിറ്റ് ചെയ്യണം, പേഷ്യൻസ് വേണം. നല്ല നല്ല കിടുക്ക് സാധനം കിട്ടും. ഫ്രഷ് അല്ലേ മോനെ? ഓ, ഇവിടെ വേറെ ജോലിക്കാരൊന്നും ഇല്ലയോ? അപ്പൊ ഇവരൊക്കെ ആരും മുമ്പ? ഓ, അമ്മൂമ്മ ഉദ്ദേശിച്ച എനിക്ക് മനസ്സിലായി. സംഭവം ഓവറോൾ ഉള്ള പണിക്കാരുടെ എണ്ണം വെച്ചിട്ട് ഒരു 5-6 പേര് കുറവാണ്. അവരൊക്കെ ലീവിന് പോയേക്കണ്. അതുകൊണ്ടല്ലേ മനിച്ചേട്ടൻ നമ്മളെ ഇറക്കിയത്. അപ്പൊ മേശ തുടയ്ക്കാനൊന്നും? അതൊക്കെ നമ്മൾ തന്നെ മെയിന്. ഒരാള് പോരെ അമ്മൂമ്മ, ഒറ്റയാള്. ഓൾറൗണ്ടർ അല്ലേ ചേട്ടാ? പായസം റെഡിയാ? ആ ഓക്കെ ഓക്കെ അല്ലേ? അപ്പൊ അല്ല അപ്പൊ ഞാൻ താവർ. കേശവാണ് എത്ര സൂപ്പർ ആയിട്ടാണല്ലേ മേശ ഓടിക്കുന്നത്. ദോശ റെഡിയായി, ഇതാ പറഞ്ഞ. ഓക്കെ, സ്പെഷ്യൽ ഗീ റോസ്റ്റ് ആന്റിയായി അമ്മൂമ്മോയ്. പാറേ നിനക്ക് ഇപ്പൊ വരുവേ. പാറേ നാടാ ആന്റിയായി പിടി. അമ്മായിക്ക് ലാസ്റ്റ് പിടിച്ചോ. താങ്ക് യു. ഓക്കെ, വെള്ളം വേണ്ടേ? അതെ വെള്ളം. വെറൈറ്റി സാധനല്ലേ? അച്ഛൻ ദോശയും കുട്ടി ദോശയും. വെള്ളം ഞാൻ ഒഴിച്ചുതരാ. നമ്മള് എന്തമ്മ അങ്ങനെ അമ്മൂമ്മ എന്നിട്ട് കഴിക്കാതിരിക്കണേ? ആന്റി ആന്റി, ഞാൻ കാപ്പി തപ്പി എടുക്കവേ. ഓക്കെ, അത് ഓക്കെ. അളയാ ബില്ല് ചേട്ടോ, ബില്ല്. വിത്തൗട്ട് ഓ, വിത്തൗട്ട്. ആറോ നിനക്കുള്ള വിത്ത് ഓക്കെ അല്ലേ? അപ്പൊ കൈ കേട്ടാ. ശരി.
ആന്റി അമ്മൂമ്മ എന്താണ് നിങ്ങൾ കഴിക്കില്ലേ? കഴിച്ചോളാം. ഏയ് കേശു ഇവിടെ ഇന്ന് മാത്രമേ ഉള്ളൂ? ആ അല്ല ആന്റി, ഒരു 4-5 ദിവസത്തിന് കാണും. ഈ പോയ പണിക്കാരൊക്കെ തിരിച്ചു വരണ്ടേ, അതുവരെ കാണും. കേശോട്ടാ ഓ പൈസ കിട്ടോ? ടേബിളൊക്കെ തുടക്കുന്നല്ലേ? മക്കളെ 2-3 ദിവസത്തെ പണിയുള്ളായിരുന്നെങ്കിൽ ഞാൻ നൈസിൽ കാശ് മേടിക്കാതെ മുങ്ങിയേനെ. ഇതിപ്പോ 4-5 ദിവസത്തെ പണിയുള്ളതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും മണിച്ചോട്ടൻ കുറച്ച് കാശെടുത്ത് എന്റെ തലക്കടിക്കും, എന്നിട്ട് എന്നെ വിടുള്ളൂ. മോനെ ഓ മോൻ എപ്പോ വരും? വൈകിട്ടാ? വൈകിട്ടൊരു 9-10 മണിക്കുള്ളിൽ വരും. ആ പറഞ്ഞാലേ ആരാണ് ബില്ല് പേ ചെയ്യണേ? ബില്ലിങ് ഞാൻ കൊടുക്കാം. അത് മതി. എടാ നിനക്ക് ടിപ്പ് വേണോ? എന്തമ്മ അങ്ങനെ ഒരു ടോക്ക് തന്നാ ഞാൻ മേടിക്കും. എന്നാ തരണില്ല. என்ன கௌரி பாவல்ல கூட ஒரு 10-50 கூட. ശരി. അത് മര്യാദ. ആന്റി പറഞ്ഞാൽ ആന്റിന് എങ്ങനെയാണ്? നമ്മുടെ വീട്ടിലോട്ട് പോയിട്ട് അവിടെ നിന്നാണോ പോകുന്നത് അതോ ഇവിടുന്ന് ഡയറക്റ്റ് പോകണോ? ഇല്ലടാ, ഞാൻ ഇവിടെ നിന്ന് നേരിട്ട് പോകും. ടാക്സി വിളിച്ചങ്ങ് പോയിക്കോളാം. ഓക്കെ കഴിക്കും. ഇങ്ങോട്ട് കറിവെല്ലാം വേണോ? ഓക്കെ. அம்மா அம்மா என்னம்மா ஒண்ணுமே பேசாம இருக்கீங்க? டீ கூட போடலையா? அம்மா என்னாச்சு? ഒന്നുമില്ല. ஒண்ணு இல்லன்னல்ல இல்ல, கண்ணெல்லாம் பாருங்க கலங்கி இருக்கு. என்னம்மா சொல்லுங்களேன். എന്റെ കനകം, നീ ഇനി അത് പെരുപ്പിച്ച് കാണിക്കല്ലേ. എന്താണ് രണ്ടുപേരും കൂടെ സംസാരിച്ചിരിക്കണത്? இந்த பாருங்க கௌரி, அம்மாவோட ஃபேஸ் எல்லாம் இப்படி இருக்குன்னு, கண்ணு வேற கலங்கி இருக்கு. കനകം, നീ നിന്റെ ജോലി നോക്കിപ്പോ. എന്താണ് കാര്യം? அம்மா நான் சொல்லட்டா? ചേച്ചി കാര്യം പറ ചേച്ചി. கௌரி, நம்ம ரெஸ்டாரண்ட்ல போனோம்ல, அங்க கேசு வேலை பாக்குறது பார்த்தோம்ல, அதுல இருந்து அம்மாவோட ஃபேஸ் இப்படியே தான் இருக்கு. അതിനമ്മ അവിടെ ജോലിയല്ലേ ചെയ്യണേ, വേറെ ഒന്നുമല്ലല്ലോ. അതിനെന്തിനാണ് അമ്മ വിഷമിക്കണം? അവൻ അവിടെ മേശ തുടയ്ക്കുന്നതും എച്ചിപ്പാത്രം എടുക്കുന്നതും ഒക്കെ കണ്ടപ്പം എൻ്റെ മനസ്സിനൊരു വിഷമം. അത് ചിലപ്പോൾ എൻ്റെ പഴഞ്ചൻ ചിന്താഗതിയുടെ കുഴപ്പമായിരിക്കും. ചിന്താഗതിയുടെ കുഴപ്പമായിരിക്കും എന്നല്ല, ചിന്താഗതിയുടെ കുഴപ്പമാണ്. അമ്മയ്ക്ക് ഇപ്പോഴും അമ്മയുടെ മനസ്സിലെ ഈ തറവാടിന്റെ മഹിമ ഇങ്ങനെ നിപ്പുണ്ട്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇങ്ങനെ തോന്നുന്നത് എച്ചിൽ പാത്രം എടുക്കുകയാണ് അവനെന്നൊക്കെ. അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണം. അമ്മ എൻ്റെ മുഖത്ത് മാത്രമല്ല, ആ മേരിയുടെ മുഖത്ത് ഞാനത് കണ്ടായിരുന്നു. അവൻ ഇഷ്ടമുള്ള കാര്യമല്ലേ അവൻ ചെയ്യുന്നത്, അതിനെന്താണ് ഇത്ര കുഴപ്പം? ஆமா ஆமா, அவனுக்கு பிடிச்ச வேலை தானே செய்யறான். வேலை செஞ்சேனா காசு கிடைக்கும். இந்த டைம்ல அவனுக்கு காசு ரொம்ப தேவை. പിന്നെ അവൻ നിറയെ തേവർക്ക് എന്തോന്ന് ചേച്ചി. അവൻ എന്താവശ്യമാണ് ഇവിടെ ഉള്ളത്? മെർലിനെ കൊണ്ട് കറങ്ങാൻ പോകണം, അല്ലെങ്കിൽ മെർലിന് ഐസ്ക്രീം മേടിച്ചു കൊടുക്കണം. ഇതൊക്കെ തന്നെയല്ലേ അവന്റെ ആവശ്യം. ഗൗരി, പിന്നെ അമ്മ പറ, എന്തോന്ന് ആവശ്യമാണ് അവൻ ഇവിടെ ഉള്ളത്? അവൻ ജോലിക്ക് പോയിട്ട് വന്നാൽ ഇവിടെ എല്ലാവർക്കും ഓരോന്നൊക്കെ മേടിച്ചു തരും. അങ്ങനെ തരത്തില്ലേ അവനെ? അതൊക്കെ അവൻ ചെയ്യും. പിന്നെന്തോ നീ അത് പറയാതെ ഇത് മാത്രം പറഞ്ഞോണ്ടിരിക്കുന്നേ? കണ്ടോ ചെറുമോനെ പറഞ്ഞപ്പോ പിടിച്ചില്ല. മരുമോളെ പറ്റിയാണ് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഉണ്ടല്ലോ, കൂടെ നിന്ന് കേട്ടോണ്ടിരുന്ന് കൈ ഒട്ടിച്ചിരിക്കും. നീയും അങ്ങനെ തന്നല്ലോ. അമ്മയ്ക്ക് വരെ എന്റെ അടുത്ത് ഒരു സ്നേഹമില്ല കേട്ടാ. പിന്നെ നിനക്ക് പിന്നെ ഭയങ്കര സ്നേഹമാ. அஷிஷோ, நீங்க ஆரம்பிச்சீங்களா சண்டை போடுறதுக்கு? അമ്മയ്ക്ക് ഒരു ദിവസം ആരെങ്കിലും മെക്കിട്ട് കേറിയില്ലെങ്കിൽ സമാധാനം വരൂല. എന്റെ ദൈവമേ, എനിക്ക് ഇങ്ങനൊരു ദുർവിധി വന്നല്ലോ. അമ്മ, ദുർവിധി ആരെ പറഞ്ഞേ? എന്നെ പറഞ്ഞാണോ? ഞാൻ ആരെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഞാൻ മൊത്തത്തിൽ അങ്ങ് പറഞ്ഞേ ഉള്ളു. എനിക്ക് മനസ്സിലായി. അമ്മ എന്നെ തന്നെ പറഞ്ഞത്. ഞാൻ ഇവിടെ നിൽക്കില്ല, ഞാൻ പോണു. പോയിട്ട് വാ അങ്ങോട്ട്. அம்மா, கௌரி அப்படியே போயிடுவாங்களோ? എവിടെ പോവാൻ? അവളാ റൂമിൽ കാണും. വിശപ്പുങ്ങി വരും അമ്മേന്നും പറഞ്ഞോണ്ട്. യേശുവിനെ കാണുന്നില്ലല്ലോ മോളെ. അവൻ ഇനിയും താമസിക്കുവോ? ആഹാ, ഇരുന്ന് ഉറങ്ങുമായിരുന്നോ? ഹലോ, ഉറങ്ങുമായിരുന്നോ? അല്ല മുമ്മേ, ഞാൻ പഠിച്ചൊക്കെ ആലോചിക്കുവായിരുന്നു. അവനാന്നോ മക്കളെ വരുന്നേ?
ആ കേശുവാണ് വരുന്നത്. ഓ വന്നോ ചായക്കടപ്പണിക്കാരൻ? എന്താ മുമ്മ അങ്ങനെ ടോക്ക്? പറ മകളെ, നടാ നല്ല കിടുക്ക് വട. അവിടെ മിച്ചം വന്നതായിരിക്കും. മിച്ചം വന്നതാ? അതെന്തിനും മുമ്മ മിച്ചം വന്ന മൊത്തം ഞാൻ ഇങ്ങോട്ട് പറക്കെടുത്തോണ്ട് വരും നമുക്ക് തോന്നുന്നുണ്ടാ? ഇതേ ഞാൻ എന്റെ കയ്യിലെ കാശ് കൊടുത്ത് മേടിച്ച നല്ല സ്വയംപൻ ചൂട് വട. டே கேசு ഓ நீ சாப்பிட்டு தான் வந்தியா? ഇല്ല ഞാൻ ഉച്ചയ്ക്ക് അവിടുന്ന് ഫുഡ് കഴിച്ചുള്ളൂ. വൈകിട്ടത്തെ ഫുഡ് വീട്ടിലോട്ടല്ലേ പറഞ്ഞേ, ഇവിടുന്ന് കഴിക്കാലോ. അമ്മായിയേ കേശുടെ വട കൊണ്ടുവന്നേ. കൊച്ചേ, നീ ജീവിതത്തിൽ ഇന്ന് വരെ വട കണ്ടിട്ടില്ലയോ? നീ കിടന്ന് എന്തിനാ വിളിച്ചു പോകുന്നേ? ഈ അമ്മൂമ്മ ഇത് എന്തോന്ന്? എന്റെ കേശുടൻ ജോലി ചെയ്ത് വാങ്ങിച്ചോണ്ട് വന്ന വടയത്. ഞാൻ വിളിച്ചു പോവും. അമ്മൂമ്മക്ക് എന്താ? ഓ എനിക്കൊന്നും ഇല്ലേ. ചോദിക്കാതെയും പറയാതെയും ജോലിക്കൊന്നും പറഞ്ഞോണ്ടങ്ങ് ഇറങ്ങി പോവല്ലയോ? എന്തരമ്മ അത്? അനുഗ്രഹവും മേടിച്ച് ആശീർവാദവും മേടിച്ച് അനുവാദവും മേടിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ ഞാൻ എന്തിന് വല്ല ദുബായിക്കാണോ പോയത്? അതാ വല്ല ഗവൺമെന്റ് ജോലിക്കോ പോയത്? നമുക്കറിയാവുന്ന ഒരു ചേട്ടന്റെ കട, അവിടെ 2-3 ദിവസം പണിക്കാരില്ലെന്ന് പറഞ്ഞ് ഒന്ന് സഹായിക്കാൻ വേണ്ടി ഞാൻ പോയി. പിന്നെ 2 ദിവസം നിൽക്കാന്ന് പറഞ്ഞാണ് ഞാൻ പോയത്. അപ്പൊ മനുചേട്ടൻ പറഞ്ഞ കാര്യം ചേട്ടൻ 5-6 ദിവസം കൂടെ നില്ലേ, ഒരു ഫണ്ട് തരാന്ന് പറഞ്ഞ്. അപ്പൊ പിന്നെ അതും കൂടെ ആവട്ടെന്ന് വിചാരിച്ചു. പിന്നെ നീ ഹോട്ടലിൽ മേശ തുടച്ചിട്ട് വേണ്ടായോ ഇവിടെ കുടുംബം കഴിയാന്? അതെന്തരമ്മൂമ്മ? അമ്മൂമ്മ ഹോട്ടലിൽ ജോലി ഒരുമാതിരി തരം താഴ്ത്തി സംസാരിക്കുന്നേ. അമ്മൂമ്മ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ കഴിഞ്ഞു പോണത് ഈ ഹോട്ടൽ ജോലി കൂടാണ്. അതമ്മൂമ്മ നടക്കരുത്. പിന്നെ എനിക്കൊന്നും അറിഞ്ഞൂടാ, ഞാനിതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലല്ലോ. എന്തരാണ് അമ്മൂമ്മ അമ്മൂമ്മയുടെ പ്രശ്നം? ദേ കേശു, ഇത് വേറൊന്നും അല്ല. ഇതാണ് ഭവാനിയുടെ കുടുംബ മഹിമ. ചോനർത്തല ഭവാനിയുടെ കൊച്ചുമോൻ, അതും പടവലത്തിന്റെ പുതുതലമുറക്കാരൻ. മാത്രമല്ല നെയ്യാറ്റിൻകര ശൂലംകുടി കുടുംബക്കാരുടെ ഏറ്റവും വലിയ കണ്ണി. ആ കൊച്ചുമോൻ ഹോട്ടലിലെ മേശ തുടയ്ക്കണതും എച്ചിൽ പാത്രമൊക്കെ എടുക്കണ കണ്ട എങ്ങനെ സഹിക്കൂടാ? അതും കൊടീശ്വരിയായ, നോട്ട് ചെയ്യണം, കൊടീശ്വരിയായ ഭാവി അമ്മായിയമ്മയുടെ മുന്നിൽ വെച്ച്. അതാണ് ഇങ്ങനെ. എന്തരമ്മൂമ്മ അത്? ഞാൻ എന്തരൊക്കെ കേക്കണേ? മുമ്മ ഓരോരുത്തര് ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടോടാണ്. അപ്പോഴാണ് ഈ കുടുംബ മഹിമയൊക്കെ ആര് പൊക്കി പിടിച്ചോണ്ട് നടക്കണ്. டே கேசு நீ குளிச்சிட்டு வாப்பா. சூடு சூடா சப்பாத்தியும் கறி எல்லாம் ரெடியாக்கி வச்சிருக்க. ആ അത് മതി, പൊളിക്ക് നീ. ആ പിന്നെ നേരത്തെ കൊടുക്ക്. വെളുപ്പിനെ എഴുന്നേക്കണ്ടായോ? വെളുപ്പിനെ എഴുന്നേറ്റ് ഹോട്ടലിൽ പോയി പാത്രം കഴുകണം, ഉള്ളി അരിയണം, പിന്നെ വേറെ എന്തെല്ലാം ജോലികളുണ്ട് അവിടെ. പിന്നെ നാളെ മുതൽ ഇങ്ങോട്ട് വരുമോന്നും അറിയത്തില്ല, അവിടെ അങ്ങ് താമസമാക്കിയാലോ? അമ്മൂമ്മ അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. അമ്മ പോയി ഞാൻ നാളെ മുതൽ അവിടെ കിടന്നാലോ എന്ന് ആലോചിക്കുക. ഹോട്ടലില്ലേ, അതാവുമ്പോ രാവിലെ 5 മണിക്ക് നീറ്റ് ഉള്ളി അരിയല്ലോ. ആയിക്കോട്ടെ, ആരോടും ചോദിക്കാൻ പറയൊന്നും വേണ്ടല്ലോ. ഞാനാരാ എന്നോട് ചോദിക്കാൻ? അപ്പോൾ തന്നെ അങ്ങ് പിണങ്ങി. പിണങ്ങാൻ പാടുണ്ടോ? എന്തരാണ് പ്രശ്നം? ഞാൻ പണിക്ക് പോയതാ, അത്രല്ലേ പ്രശ്നമാണോ? ഇപ്പൊ നമ്മുടെ അപ്പൂപ്പന്റെ കാര്യം തന്നെ എടുക്കും. അപ്പൂപ്പന്റെ ഏതോ ഒരു ഫ്രണ്ടിന്റെ പറമ്പിൽ പണിയെടുക്കാൻ ആൾക്കാരില്ല, പണിക്കാരെല്ലാം നാട്ടിൽ പോയി എന്ന് പറഞ്ഞിട്ട് ആ ഫ്രണ്ട് വന്ന് നമ്മുടെ അപ്പൂപ്പന്റെ അടുത്ത് കരഞ്ഞപ്പോ നമ്മുടെ അപ്പൂപ്പ എന്ത് ചെയ്തേ? 1 മാസം ആ പുള്ളിക്കാരന്റെ പറമ്പിൽ പോയി പണിയെടുത്തില്ലേ? എടുത്തോ. എന്നിട്ട് ആ പറമ്പിൽ പണിയെടുത്തതിന്റെ 1 മാസത്തിന്റെ കാശ് നമ്മുടെ അപ്പൂപ്പന്റെ ആ പുള്ളിക്കാരൻ്റെ അടുത്ത് കൊടുത്തോ. അപ്പൂപ്പൻ അത് മേടിച്ചോ? മേടിച്ചല്ലോ. എന്താ മേടിച്ചേ? മാത്രമല്ല അപ്പൂപ്പൻ എന്താ അവിടെ പോയി പണിയെടുത്തേ? അപ്പൂപ്പന്റെ കാശില്ലാത്തോണ്ടാണ്. അതാ പണിയെടുക്കാൻ അപ്പൂപ്പന്റെ പറമ്പില്ലാത്തോണ്ടാ? അതൊന്നുമല്ലല്ലോ. അത് നമ്മൾ ഒരു ജോലിയോട് കാണിക്കണ ആ ആത്മാർത്ഥത. നമ്മൾ ഓരോ ജോലിക്കും അതിൻ്റെതായ വിലയുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്ത ജോലിക്ക് അതിന്റെ വിലയില്ലേ? ഉണ്ട്. ഈ കേശുവിനെ ഒരു ജോലി ചെയ്യാനും ഒരു മടിയില്ല. കാരണേ കൊളത്തറ നെയ്യാറ്റിൻകര ശൂലംകുടി വീട്ടിൽ കൊളത്തറ ബാലേന്ദ്രൻ തമ്മിയുടെ മോൻ, പടവല നീരുവിന്റെ മോൻ. വരട്ടങ്ങോട്ട്. മോന് ശരിയെന്ന് തോന്നുന്ന എന്തുവാന്ന് വെച്ചാ മോൻ ചെയ്യേ. അമ്മൂമ്മയുടെ ഒരു വിഷമം പറഞ്ഞെന്നേ ഉള്ള അമ്മൂമ്മ. അതാണ് ടക്കനെ പിടി കിട്ടും. ചോനർത്തല ഭവാനി എന്ന് പറഞ്ഞ ആരാ? മോമോ ഒന്നുമല്ലെങ്കിലേ പടാലം കുട്ടമ്പിളിയുടെ കൊച്ചുമോനല്ലേ ഞാൻ. ചിരിക്ക് 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 ചിരിക്ക്. LG കായം ഇപ്പോൾ 20% മോർ കായമെന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും.